ട്വിസ്റ്റുകളേറെയുള്ള ഒരു സിനിമാ കഥ പോലെയായിരുന്നു നടി ശ്രീദേവിയുടെ മരണവും തുടർ സംഭവങ്ങളും. മുംബൈയിൽ നിന്നും ബോണി കപൂറിനും ഇളയ മകൾ ഖുഷിക്കുമൊപ്പം റാസൽ ഖൈമയിലേക്ക് എത്തിയ ശ്രീദേവി തികച്ചും സന്തോഷവതിയായിരുന്നു. വിവാഹം കഴിഞ്ഞ് ദുബായിലെത്തിയ ശ്രീദേവി എമിറേറ്റ്സ് ടവേഴ്സിലെ 2201 നമ്പർ മുറിയിൽ താമസമാക്കി. ശനിയാഴ്ച രാത്രി വൈകി ബാത്ടബിൽ നിറഞ്ഞു കവിഞ്ഞ വെള്ളത്തിൽ ബോധരഹിതയായി വീണ ലേഡി സൂപ്പർ സ്റ്റാറായ ശ്രീദേവിയെ മരണം വിഴുങ്ങി. തുടർന്നങ്ങോട്ട് അഭ്യൂഹങ്ങളുടെ സീനുകളായിരുന്നു. പക്ഷേ ദുബായ് പോലീസ് ഈ സമ്മർദ്ദങ്ങളെയെല്ലാം അതിജീവിച്ച് പരിശോധന കർശനമാക്കി. തിങ്കളാഴ്ച ഉച്ചയോടെ ആക്സിഡന്റൽ ഡ്രൗണിംഗ് എന്ന മരണകാരണം വെളിവാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ദുബായ് മീഡിയ ഓഫീസ് വഴി പോലീസ് പുറത്തുവിട്ടു. ബർദുബായ് പോലീസ് സ്റ്റേഷനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്തിമ തീരുമാനം കൈക്കൊണ്ടു. മരണം മുങ്ങി മരണം തന്നെ, അതും അപകട മരണമെന്ന് സ്ഥിരീകരിച്ചു. കോൺസുലേറ്റ് പ്രതിനിധികൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പിന്നീട് അതിവേഗമായിരുന്നു കാര്യങ്ങൾ. മൃതദേഹം സോനാപൂരിലെ എംബാമിംഗ് യൂണിറ്റിലേക്ക്. എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹവുമായി ആംബുലൻസ് ദുബായ് വിമാനത്താവളത്തിലേക്ക്. ശ്രീദേവി ബോണി കപൂറിന്റെ എംബാമിംഗ് സർട്ടിഫിക്കറ്റാണ് എൻ്റെ കയ്യിൽ. ദുരൂഹതകളെല്ലാം മാറിയാണ് ശ്രീദേവിയുടെ മൃതദേഹം ദുബായ് വിമാനത്താവളത്തിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്നത്. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം എംബാമിംഗ് യൂണിറ്റിന് മുന്നിൽ നിന്നും ഐപ്പു വള്ളിക്കാടൻ, മാതൃഭൂമി ന്യൂസ്.